ആരും ചെയ്തു പോകുന്ന ഒരു അബദ്ധം യുവാവിന്റെ ജീവനെടുത്തു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ തൃശൂരിൽ നിന്നും പുറത്തു വരുന്നത്. പുതിയതായി ജോലിക്ക് പ്രവേശിച്ച് കിട്ടിയ ആദ്യ ശമ്പളവുമായി സന്തോഷത്തോടെ എത്തിയ യുവാവിനെയാണ് ആകസ്മികമായി മരണം തട്ടിയെടുത്തത്. പേരാമംഗലം സ്വദേശിയായ മുളവന കവിയത്ത് വീട്ടിൽ ഉദയന്റെ മകനായ വിഷ്ണുവാണ് കഴിഞ്ഞ ദിവസം അതിദാരുണമായി മരണപ്പെട്ടത്. 25 വയസ്സായിരുന്നു. കഴിഞ്ഞ മാസമാണ് വിഷ്ണുവിന് കോർപ്പറേഷനിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ താൽക്കാലിക ജീവനക്കാരനായി ജോലി ലഭിക്കുന്നത്. തുടർന്ന് കഴിഞ്ഞ ദിവസം ആദ്യ ശമ്പളവും ലഭിച്ചു. ശമ്പളം കയ്യിൽ കിട്ടിയതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോകുന്ന വഴി തന്റെ ഇരുചക്ര വാഹനത്തിൽ വിഷ്ണു ഫുൾ ടാങ്ക് പെട്രോൾ നിറയ്ക്കുകയും ചെയ്തു. പെട്രോൾ അടിച്ച ശേഷം വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ കൊട്ടേക്കാട് പള്ളിക്ക് മുൻപിലെത്തിയതോടെ വിഷ്ണുവിന്റെ വാഹനം തെന്നി റോഡിലേക്ക് വീഴുകയായിരുന്നു. എന്നാൽ വിഷ്ണുവിന് കാര്യമായ പരിക്കുകളൊന്നും തന്നെ പറ്റിയിരുന്നില്ല. തുടർന്ന് വീണുകിടന്ന ബൈക്ക് നിവർത്തിയ ശേഷം വീണ്ടും സ്റ്റാർട്ടാക്കാനായി ശ്രമിച്ചു. എന്നാൽ വാഹനം സ്റ്റാർട്ടായതിനു പിന്നാലെ തീ ആളിപ്പടരുകയും വിഷ്ണുവിനെ സാരമായി പൊള്ളലേൽക്കുകയുമായിരുന്നു. തുടർന്ന് അവിടെ ഓടിക്കൂടിയ ആളുകൾ ഉടൻ തന്നെ വിഷ്ണുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഇന്നലെ രാവിലെയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു. 50% പൊള്ളലേറ്റിരുന്നുവെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. വിഷ്ണുവിന്റെ ബൈക്ക് പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്തിരുന്നു. തീ അണയ്ക്കാനുള്ള നാട്ടുകാരുടെ ശ്രമം പരാജയപ്പെട്ടതോടെ അഗ്നിശമന സേന എത്തിയാണ് തീ അണച്ചത്. വിഷ്ണുവിന്റെ ബൈക്ക് മറിഞ്ഞതോടെ റോഡിലേക്ക് പെട്രോൾ ലീക്കാവുകയും ചെയ്തിരുന്നു. അതിനുശേഷം മറിഞ്ഞ ബൈക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്തതാണ് തീപിടിക്കാൻ കാരണമായതെന്നാണ് പ്രാഥമികമായ വിവരം. വാഹനം സ്റ്റാർട്ട് ചെയ്തതോടുകൂടി ഷോർട്ട് സർക്യൂട്ട് മൂലം തീപ്പൊരി ഉണ്ടാവുകയായിരുന്നു. ഇതോടെ ടാങ്കിൽ നിന്ന് ചോർന്ന ഇന്ധനത്തിലേക്ക് തീ ആളിപ്പടർന്നതായിരിക്കാമെന്നാണ് കരുതുന്നത്. ഇന്ധനം ഫുൾ ടാങ്ക് നിറച്ചതുകൊണ്ടാണ് വീഴ്ചയിൽ ചോർച്ചയുണ്ടാകാൻ കാരണമായത് എന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തായാലും ആദ്യ ശമ്പളം കയ്യിൽ കിട്ടി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് വീട്ടിലേക്ക് യാത്ര തിരിച്ച യുവാവിനെ ആകസ്മികമായി മരണം തട്ടിയെടുത്ത വാർത്ത നാട്ടുകാരെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. വിഷ്ണുവിന് സംഭവിച്ചത് ഇനി ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് തന്നെ അപകടശേഷം ഇന്ധനം ചോർന്ന വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായി ആരും ശ്രമിക്കരുത്. രതിയാണ് മരണപ്പെട്ട വിഷ്ണുവിന്റെ അമ്മ. വിധുന്യ സഹോദരിയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വിഷ്ണുവിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി സംസ്കാരം നടത്തി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.